ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള പി എസ് സി നടത്തുന്ന ASMന് വേണ്ടി നമ്മൾ തുറക്കുറിച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന നമുക്കിനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ശൈശവ വിവാഹം തടയാനായിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നടപ്പിലാക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പാണ്. ശൈശവ വിവാഹം തടയാനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്തെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് പൊൻവാക്ക് എന്നാണ്. നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് പൊൻവാക്ക് എന്നാണ്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പൊൻവാക്ക് എന്നാണ്. അപ്പൊ എന്താണ് പൊൻവാക്ക് എന്ന പദ്ധതി ചോദിച്ചാൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ്. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ശൈശവ വിവാഹം തടയുക എന്നതാണ്. അടുത്ത ചോദ്യം, ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം. ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തർപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, രാജ്യത്തെ 6ാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടാന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ രാജ്യത്തെ 6ാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തർപ്രദേശ് തന്നെയാണ്. UPയിലാണ് നമ്മുടെ രാജ്യത്തെ 6ാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് നിലവിൽ വരുന്നത്. ഉത്തർപ്രദേശിലാണ് ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ രാജ്യത്തെ 6ാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണെന്ന് പഠിച്ചു. ഈ ഒരു ക്ലാസ് നമ്മൾ ആദ്യമായി പഠിച്ചത് പൊൻവാക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെതാണ് പദ്ധതി. ശൈശവ വിവാഹം തടയുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അടുത്ത നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പുരസ്കാരമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024. പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024 മികച്ച നോവലിസ്റ്റ് ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024 മികച്ച നോവലിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് S. ഹരീഷിനെയാണ്. ആരാണ് മികച്ച നോവലിസ്റ്റ്? S. ഹരീഷ് എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏത് നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പട്ടുനൂൽ പുഴു എന്ന നോവലിനാണ്. അപ്പൊ ആ ഒരു നോവലിന്റെ പേര് ഓർത്തിരിക്കുക, പട്ടുനൂൽ പുഴു. അപ്പൊ പട്ടുനൂൽ പുഴു എന്ന നോവൽ ആരുടെയാണെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് S. ഹരീഷിന്റെ നോവലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024. ഇതില് മികച്ച നോവലിസ്റ്റ് ആരെന്നാണ് നമ്മൾ പഠിച്ചത്. പേര് ഓർത്തിരിക്കുക, S. ഹരീഷ് ആണ്. അദ്ദേഹത്തിന്റെ ഏത് നോവലാണെന്ന് ചോദിച്ചാൽ പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന നോവലിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024 പട്ടുനൂൽ പുഴു എന്ന നോവൽ രചിച്ച S. ഹരീഷിനാണ് മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മളിവിടെ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024 ആരാണ് മികച്ച കഥാകൃത്ത് എന്ന് ചോദിക്കാം. ആരാണ് മികച്ച കഥാകൃത്ത് എന്ന് ചോദിക്കാം. കഥാകൃത്ത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് PS. റഫീഖ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ മികച്ച കഥാകൃത്ത് ആരെന്ന് ചോദിച്ചാൽ PS. റഫീഖാണ് മികച്ച കഥാകൃത്തായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇടമലയിലെ യാക്കൂബ് എന്ന ചെറുകഥ രചിച്ച PS. റഫീഖാണ് മികച്ച കഥാകൃത്തായി തെരഞ്ഞെടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ചെറുകഥ ഇടമലയിലെ യാക്കൂബാണ്. ഇടമലയിലെ യാക്കൂബ് എന്നതാണ് അദ്ദേഹത്തിന്റെ ചെറുകഥയുടെ പേര്. യാക്കൂബ് എന്നതാണ് ചെറുകഥയുടെ പേര്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024 മികച്ച നോവലിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരമായിട്ട് വരേണ്ടത് S. ഹരീഷ് ആണ്. ഏത് നോവല്? പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന നോവൽ. മികച്ച കഥാകൃത്ത് ആരാണ്? PS. റഫീഖ് ആണ്. ഏത് ചെറുകഥയ്ക്കാണ്? ഇടമലയിലെ യാക്കൂബ് എന്ന് പറയുന്ന ചെറുകഥ. പട്ടുനൂൽ പുഴു എന്ന നോവൽ രചിച്ചത് ആര്? S. ഹരീഷ്.
ഇടമലയിലെ യാക്കൂബ് എന്ന ചെറുകഥ രചിച്ചതാര്? PS റഫീഖ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. പത്മരാജൻ സാഹിത്യ പുരസ്കാരം 2024 മികച്ച നോവലിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ S ഹരീഷ്. ഏത് നോവൽ എന്ന് ചോദിച്ചാൽ പട്ടുനൂൽപ്പുഴു. മികച്ച കഥാകൃത്ത് ആരെന്ന് ചോദിച്ചാൽ PS റഫീഖ്. ഏത് ചെറുകഥ എന്ന് ചോദിച്ചാൽ ഇടമലയിലെ യാക്കൂബ് എന്നതാണ് ചെറുകഥയുടെ പേര്. അടുത്തിടെ പ്രകാശനം ചെയ്ത അഖേദ എന്ന നോവൽ രചിച്ചതാര്? അടുത്തിടെ പ്രകാശനം ചെയ്ത അഖേദ എന്ന നോവൽ രചിച്ചതാരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ S പ്രിയദർശൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. S പ്രിയദർശൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. S പ്രിയദർശൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഈ അടുത്ത് പ്രകാശനം ചെയ്ത അഖേദ എന്ന നോവൽ രചിച്ചതാരെന്ന് വെച്ചാൽ S പ്രിയദർശനാണ്. അപ്പൊ അടുത്തിടെ പ്രകാശനം ചെയ്ത അഖേദ എന്ന നോവൽ രചിച്ചതാരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് S പ്രിയദർശനാണ്. അപ്പൊ അഖേദ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് S പ്രിയദർശൻ. S പ്രിയദർശൻ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് അഖേദ എന്ന് പറയുന്ന നോവൽ ഈ അടുത്ത് പ്രകാശനം ചെയ്തിരുന്നു. ഈ ഒരു നോവൽ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് S പ്രിയദർശൻ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ചോദ്യം, സങ്കീർണമോ ചെലവേറിയതോ ആയ ലബോറട്ടറി നടപടിക്രമങ്ങളുടെ ആവശ്യമില്ലാതെ സ്തനാർബുദ കോശങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന നൂതന സെമി കണ്ടക്ടർ അധിഷ്ഠിത ബയോസെൻസർ ഉപകരണം വികസിപ്പിച്ചതാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? സങ്കീർണമോ ചെലവേറിയതോ ആയ ലബോറട്ടറി നടപടിക്രമങ്ങളുടെ ആവശ്യമില്ലാതെ. അപ്പൊ ഇതിന്റെ ആവശ്യമില്ലാതെ സ്തനാർബുദ കോശങ്ങളെ തിരിച്ചറിയാൻ, എന്തിനാണ്? സ്തനാർബുദ കോശങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന നൂതന സെമി കണ്ടക്ടർ അധിഷ്ഠിത ബയോസെൻസർ ഉപകരണം വികസിപ്പിച്ചത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് റൂർക്കേല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. ആരാണ് ഇത് വികസിപ്പിച്ചത്? റൂർക്കേല. നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് റൂർക്കേല 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 NIT ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. റൂർക്കേല NIT ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കുക NIT റൂർക്കേലയാണ് ഇത് വികസിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ് വികസിപ്പിച്ചത്? റൂർക്കേല NIT ആണ് ഇത് വികസിപ്പിച്ചത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയുന്നു. നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? സങ്കീർണമോ ചെലവേറിയതോ ആയ ലബോറട്ടറി നടപടി ക്രമങ്ങളുടെ ആവശ്യമില്ലാതെ സ്തനാർബുദ കോശങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന നൂതന സെമി കണ്ടക്ടർ അധിഷ്ഠിത ബയോസെൻസർ ഉപകരണം വികസിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റൂർക്കേല NIT ആണ്. റൂർക്കേലയിലെ NIT ആണ്. റൂർക്കേലയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് ഇത് വികസിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, സങ്കീർണമോ ചെലവേറിയതോ ആയ ലബോറട്ടറി നടപടിക്രമങ്ങളുടെ ആവശ്യമില്ലാതെ സ്തനാർബുദ കോശങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന നൂതന സെമി കണ്ടക്ടർ അധിഷ്ഠിത ബയോസെൻസർ ഉപകരണം വികസിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റൂർക്കേല NIT ആണ്. റൂർക്കേല NIT ആണ്. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കാനായിട്ട്, അതേപോലെ തന്നെ അത് പരിചയപ്പെടുത്തുക. അതേപോലെ തന്നെ ഇന്ന് നമുക്കറിയാം നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സൈബർ ഭീഷണി എന്ന് പറയുന്നത്. ഈ സൈബർ ഭീഷണിയിൽ നിന്നും സ്വയം സംരക്ഷിതരാകുക. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, സ്ത്രീകളെ എന്ത് ചെയ്യുക? ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുക, പരിചയപ്പെടുത്തുക. രണ്ടാമത്തത്, സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കുക. സൈബർ ഭീഷണികളിൽ നിന്ന് എന്താണ്? സ്ത്രീകളെ സ്വയം എന്ത് ചെയ്യുക? സുരക്ഷിതരാക്കുക. ഇതിനു വേണ്ടിയിട്ട് പരിശീലനം നൽകുന്നതിനായിട്ട് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ആ ക്യാമ്പയിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ യശോദ AI എന്നാണ്. എന്താണ് ക്യാമ്പയിന്റെ പേര്? യശോദ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. യശോദ AI എന്നാണ് ഈ ഒരു ക്യാമ്പയിന്റെ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണിയിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കുക എന്ന ലക്ഷ്യമൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവർക്കൊരു പരിശീലനം നൽകുക. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ആണ് എന്ന് പറയുന്നത് യശോദ AI എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിജയ രഗത്കർ ആണെന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക.
നിലവിൽ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിജയ രഹത്കർ ആണ്. ആരാണ്? വിജയ രഹത്കർ എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിട്ടുണ്ട്. വിജയ രഹത്കർ. വിജയ രഹത്കർ. അപ്പൊ നിലവിൽ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷണറാണ് വിജയ രഹത്കർ ആണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയൊക്കെ കൊടുക്കുക, അതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുക, അതേപോലെ തന്നെ സൈബർ ഭീഷണിയിൽ നിന്നും സ്വയം സംരക്ഷിതരായിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനമൊക്കെ കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ആരംഭിച്ചു? ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ചു. ആ ക്യാമ്പയിന്റെ പേരെന്താണ്? യശോദ AI എന്നാണ് ക്യാമ്പയിന്റെ പേര്. നിലവിൽ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ആരെന്ന് വെച്ചാൽ വിജയ രഹത്കർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇപ്പോൾ നമ്മളോട് പരിചയപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാകുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് യശോദ AI എന്നാണ്. യശോദ AI എന്നാണ് ക്യാമ്പയിന്റെ പേര്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ 10ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ പ്രമേയം എന്തെന്നാണ് നമ്മുടെ ചോദ്യം. നീതി ആയോഗിന്റെ 10ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ പ്രമേയം എന്ത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വികസിത് രാജ്യം ഫോർ വികസിത് ഭാരത് അത്രേറ്റ് 2047 എന്നാണ്. നമ്മുടെ പ്രമേയം ഓർത്തിരിക്കുക. വികസിത് രാജ്യം, വികസിത് രാജ്യം ഫോർ വികസിത് ഭാരതം അത്രേറ്റ് 2047 എന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വികസിത് രാജ്യം ഫോർ വികസിത് ഭാരതം അത്രേറ്റ് 2047 എന്നതാണ് നീതി ആയോഗിന്റെ 10ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ പ്രമേയം. നീതി ആയോഗിന്റെ 10ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ പ്രമേയം എന്താണ്? വികസിത് രാജ്യം ഫോർ വികസിത് ഭാരതം അത്രേറ്റ് 2047 എന്നാണ്. വികസിത് രാജ്യം ഫോർ വികസിത് ഭാരതം അത്രേറ്റ് 2047. നമ്മൾ അടുത്ത ചോദ്യം വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാര്? നമ്മുടെ ചോദ്യം ഇതാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാരെന്നാണ് നമ്മുടെ ചോദ്യം. ആദ്യ ഇന്ത്യൻ വനിതയാര്? ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചോൻസിൻ ആങ്മോ എന്ന ഹിമാചൽ പ്രദേശുകാരിയാണെന്ന് ആരും ഓർത്തിരിക്കുക. നമ്മൾ ആ പേരൊന്ന് എഴുതാം. ചോൻസിൻ ആങ്മോ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവർ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ ഹിമാചൽ പ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്തിൽ എത്രാമത്തെ വനിതയാണെന്ന് ചോദിച്ചാൽ 5ാമത്തെ വനിതയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത് നമ്മളിവിടെ പറഞ്ഞത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ചപരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത, എടുത്തു പറയുന്നു ആദ്യ ഇന്ത്യൻ വനിത, ലോകത്താണെങ്കിൽ 5ാമതാണ്. നമ്മളുടെ പേര് പഠിച്ചു, ചോൻസിൻ ആങ്മോ. ചോൻസിൻ ആങ്മോ. ഇവർ ഏതാണ് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ചപരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ചോൻസിൻ ആങ്മോ. ഹിമാചൽ പ്രദേശാണ് ഇവരുടെ സ്വദേശം. ലോകത്ത് 5ാമത്തെ വനിതയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ചപരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണെന്ന് ചോദിച്ചാൽ ചോൻസിൻ ആങ്മോ, ഹിമാചൽ പ്രദേശ്, 5ാമതാണ് ലോകത്ത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആരാണ്? രാധാകൃഷ്ണൻ ചാക്യാട്ട്. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. 2025 മെയ് മാസത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. ആരാണ് രാധാകൃഷ്ണൻ ചാക്യാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അദ്ദേഹം പ്രമുഖ ഒരു ഫോട്ടോഗ്രാഫറാണ്. ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇദ്ദേഹം എന്താണ്? ഒരു നടനുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ പ്രമുഖ ഫോട്ടോഗ്രാഫറും നടനുമായിട്ടുള്ള വ്യക്തിയാണ് രാധാകൃഷ്ണൻ ചാക്യാട്ട്. അദ്ദേഹം എപ്പോഴാണ് അന്തരിച്ചത്? 2025 മെയ് മാസത്തിലാണ് അന്തരിച്ചത്. അപ്പൊ രാധാകൃഷ്ണൻ ചാക്യാട്ട് പ്രമുഖ ഫോട്ടോഗ്രാഫറാണ്, നടനാണ്. അദ്ദേഹം അന്തരിച്ചു 2025 മെയ് മാസത്തിൽ. ഇത് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സത്യത്തിലെ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ മികച്ച നടനാര്, മികച്ച നടിയാര്, മികച്ച സിനിമ ഏത്, മികച്ച സംവിധായകനാര് എന്നീ തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സത്യത്തിലെ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത് ജാഫർ ഇടുക്കിയാണ്. ആരാണ് മികച്ച നടൻ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജാഫർ ഇടുക്കി എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ജാഫർ ഇടുക്കി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ജാഫർ ഇടുക്കി എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ 2025 മെയ് മാസത്തിലാണ് സത്യത്തിലെ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അതിൽ മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ ജാഫർ ഇടുക്കിയാണ്. മികച്ച നടൻ ആരാണ്? ജാഫർ ഇടുക്കിയാണ്.
മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്ത് റോഷ്നി മധുവിനെയാണ്. മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത് റോഷ്നി മധുവിനെയാണ് മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത്. മികച്ച സിനിമ ഏതാന്ന് വെച്ചാൽ ഫെമിനിച്ചി ഫാത്തിമ എന്നതാണ് മികച്ച സിനിമ. മികച്ച സിനിമ ഏതാ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫെമിനിച്ചി ഫാത്തിമ എന്നതാണ് മികച്ച സിനിമ. ഇനി മികച്ച രണ്ടാമത്തെ സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് എന്ന് ചോദിച്ചാൽ, മികച്ച രണ്ടാമത്തെ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന പേര് കൊടുത്തിരിക്കുക. മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ചാട്ടുളി എന്ന് പറയുന്ന സിനിമയാണ്. ചാട്ടുളി എന്ന സിനിമയാണ്. മികച്ച രണ്ടാമത്തെ സിനിമയാണ് ഏത്? ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ എന്ന പേര് ഓർത്തിരിക്കുക. ഫെമിനിച്ചി ഫാത്തിമ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് സത്യജിത് റേ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പുരസ്കാരമാണ്. അതിന് മികച്ച നടൻ, മികച്ച നടി, മികച്ച സിനിമ, മികച്ച രണ്ടാമത്തെ സിനിമ, ഇത് നമ്മൾ പഠിച്ചു. ഇനി മികച്ച സംവിധായകന്റെ പേരും അറിഞ്ഞിരിക്കണം. രാജു ബാബുവാണ്. ഈ ചാട്ടുളി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത രാജു ബാബുവാണ് മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത്. മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത്. മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് സത്യജിത് റേ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പുരസ്കാരമാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പുരസ്കാരം. അതിൽ മികച്ച നടൻ ആരെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ജാഫർ ഇടുക്കിയാണ് മികച്ച നടൻ. മികച്ച നടി ആരാന്ന് വെച്ചാൽ റോഷ്നി മധുവാണ് മികച്ച നടി. മികച്ച സിനിമ ഏതെന്ന് വെച്ചാൽ ചാട്ടുളിയാണ്. അത് സംവിധാനം ചെയ്ത രാജു ബാബുവാണ് മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ സിനിമയായിട്ട് തെരഞ്ഞെടുത്തത്, മികച്ച രണ്ടാമത്തെ സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമേനെയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് സത്യജിത് റേ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ ആര്? നമ്മുടെ ജാഫർ ഇടുക്കിയാണ് മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത്. റോഷ്നി മധുവാണ് മികച്ച നടി. അതേപോലെ ചാട്ടുളിയാണ് മികച്ച സിനിമ. അത് സംവിധാനം ചെയ്ത രാജു ബാബുവാണ് മികച്ച സംവിധായകൻ. ഇനി മികച്ച രണ്ടാമത്തെ സിനിമ ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഫെമിനിച്ചി ഫാത്തിമയാണ്. ഫെമിനിച്ചി ഫാത്തിമ. അപ്പൊ ജാഫർ ഇടുക്കി മികച്ച നടൻ, റോഷ്നി മധു മികച്ച നടി, ചാട്ടുളി മികച്ച സിനിമ, സംവിധാനം ചെയ്ത രാജു ബാബു മികച്ച സംവിധായകൻ, ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച രണ്ടാമത്തെ സിനിമ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മികച്ച രണ്ടാമത്തെ സിനിമ. ഇനി മികച്ച ഛായാഗ്രഹകനായിട്ട് ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് കുമാറിനെയാണ്. മികച്ച ഛായാഗ്രഹകനായിട്ട് തെരഞ്ഞെടുത്തത് എസ് കുമാർ ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. എസ് കുമാർ എന്ന പേരും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മികച്ച ഛായാഗ്രഹകനാണ്. നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മികച്ച നടനാരാണ്? ജാഫർ ഇടുക്കി. മികച്ച നടി ആരാണ്? റോഷ്നി മധു. മികച്ച സിനിമ ഏതാണ്? ചാട്ടുളി. ആ സിനിമ സംവിധാനം ചെയ്ത രാജു ബാബു മികച്ച സംവിധായകൻ. മികച്ച രണ്ടാമത്തെ സിനിമ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. നാം പറയുന്നത് എന്താണ്? സത്യജിത് റേ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പുരസ്കാരത്തെ കുറിച്ചാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. സത്യജിത് റേ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന ചെൽസി പുഷ്പ പ്രദർശനം നടക്കുന്ന രാജ്യം എന്നൊരു ചോദ്യം ചോദിക്കാം. ചെൽസി പുഷ്പ പ്രദർശനം നടക്കുന്ന രാജ്യം അത് ഇംഗ്ലണ്ട് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് രാജ്യത്താണ് ചെൽസി പുഷ്പ പ്രദർശനം നടക്കുന്നത്? ഇംഗ്ലണ്ടിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി സെയിലിംഗ് വെസൽ ഏതെന്നാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള സെയിലിംഗ് വെസൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് INSV കൗണ്ടിന്യൂ എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. INSV കൗണ്ടിന്യൂ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കൗണ്ടിന്യ എന്ന് പറയുന്നതാണ് ഉത്തരം. കൗണ്ടിന്യ എന്നതാണ് ഉത്തരം. INSV കൗണ്ടിന്യ എന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള സെയിലിംഗ് വെസൽ എന്ന പേര് ഓർത്തിരിക്കുക. സെയിലിംഗ് വെസൽ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള സെയിലിംഗ് വെസൽ ഏതാണ്? ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള സെയിലിംഗ് വെസൽ ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് INSV കൗണ്ടിന്യ എന്നതാണ് ഉത്തരം. INSV കൗണ്ടിന്യ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള സെയിലിംഗ് വെസൽ ഏതാണ്? INSV കൗണ്ടിന്യ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മൾ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച GI ടാഗ് ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 2025 മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിന്റെ പേരാണ് നമ്മൾ പറയുന്നത്. ആ ഉൽപ്പന്നത്തിന്റെ പേര് എന്ന് പറയുന്നത് സാഗ്രി ബീൻസ് എന്നാണ്. ഉൽപ്പന്നത്തിന്റെ പേരെന്താണ്? സാഗ്രി ബീൻസ് എന്നാണ് ഉൽപ്പന്നത്തിന്റെ പേര്. അപ്പൊ സാഗ്രി ബീൻസ് അടുത്തിടെ എന്താണ് ഭൗമസൂചിക പദവി ലഭിച്ചിരിക്കുകയാണ്. GI ടാഗ് ലഭിച്ചിരിക്കുകയാണ്. ഇത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണെന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ അടുത്തിടെ ഭൗമസൂചിക പദവി അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ചിട്ടുള്ള സാഗ്രി ബീൻസ് എന്ന് പറയുന്ന ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച സാഗ്രി ബീൻസ് ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാജസ്ഥാനിൽ നിന്നുള്ളതാണ്. അടുത്തിടെ ഭൗമസൂചിക പദവി അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ച
സാഗറി ബീൻസ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യുഗീൻ ഭാരത് മ്യൂസിയം. യുഗീൻ ഭാരത് മ്യൂസിയം. യുഗീൻ ഭാരത് മ്യൂസിയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ന്യൂഡൽഹിയിലാണ്. എവിടെയാണ് നിലവിൽ വരാൻ പോകുന്നത്? ന്യൂഡൽഹിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് വരുന്നത് എന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഫ്രാൻസ് എന്നാണ്. ഫ്രാൻസ് എന്നാണ്. അപ്പൊ യുഗീൻ ഭാരത് മ്യൂസിയം നമ്മുടെ ന്യൂഡൽഹിയിലാണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഫ്രാൻസ് ആണ് ഇതിന് സഹായം നൽകുന്ന ഒരു രാജ്യം. ഇനി ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രാൻസിന്റെ സഹായത്തോടെ വരാൻ പോകുന്ന മ്യൂസിയമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട യുഗീൻ ഭാരത് മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമായി മാറാൻ പോവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം എന്നൊരു പ്രത്യേകതയിലേക്ക് വരും. ഏറ്റവും വലിയ മ്യൂസിയം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഫ്രാൻസിന്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഫ്രാൻസിന്റെ സഹായത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായിട്ടുള്ള യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഏത് രാജ്യത്തിന്റെ സഹായത്താലാണ് യുഗീൻ ഭാരത് മ്യൂസിയം ന്യൂഡൽഹിയിൽ നിലവിൽ വരുന്നതെന്ന് വെച്ചാൽ ഫ്രാൻസിന്റെ സഹായത്താലാണ്. അല്ലെങ്കിൽ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് എവിടാന്ന് വെച്ചാൽ ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായിട്ട് മാറാൻ പോകുന്നത് യുഗീൻ ഭാരത് മ്യൂസിയം ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. യുഗീൻ ഭാരത് മ്യൂസിയം. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പദ്ധതിയുടെ പേരാണ് ITI ചലോ അഭിയാൻ പദ്ധതി. നമ്മുടെ പദ്ധതിയുടെ പേരെന്താണ്? ITI ചലോ അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ITI ചലോ അഭിയാൻ എന്ന പദ്ധതി. ഇത് എവിടെയാണ് ആരംഭിച്ചത് എന്നൊരു ചോദ്യമാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് UP-യിലാണ്, ഉത്തർപ്രദേശിലാണ് ഇങ്ങനൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ITI ചലോ അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുക. ഇതാണ് നൈപുണ്യ വികസനം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുക. യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുക. മറ്റൊന്ന് എന്താണ്? യുവാക്കൾക്കുള്ള തൊഴിൽ അവസരങ്ങൾ എന്ത് ചെയ്യുക? അവസരങ്ങൾ വിപുലീകരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ITI ചലോ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതിയാണ്. അത് ആരംഭിച്ചിരിക്കുന്ന ഉത്തർപ്രദേശിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുക, യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുക. അപ്പോൾ യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുക, അതേപോലെ തന്നെ നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുക. ഈ ഒരു ലക്ഷ്യത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ചതാണ് ITI ചലോ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ITI ചലോ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിൽ. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുക തുടങ്ങിയ ലക്ഷ്യത്തിലാണ് ഈ പറയുന്ന പദ്ധതി ഉത്തർപ്രദേശിൽ നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായിട്ട് ITI ചലോ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തർപ്രദേശിലാണ്. നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായിട്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ITI ചലോ അഭിയാൻ എന്നാണ് പദ്ധതിയുടെ പേര്. ITI ചലോ അഭിയാൻ എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്ത നമ്മുടെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത് എവിടാന്ന് വെച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ തന്നെയാണ്, ഉത്തർപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തർപ്രദേശിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ചത് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഉത്തർപ്രദേശിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ച എവിടെയാണ്? ഉത്തർപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം, $100 കോടി മൂല്യമുള്ള കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. $100 കോടി മൂല്യമുള്ള കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 3-ാം സ്ഥാനത്താണ്. അപ്പോ 1-ാം സ്ഥാനത്ത് വരുന്നത് ആരാന്ന് വെച്ചാലോ, 1-ാം സ്ഥാനത്ത് വരുന്നത് USA ആണ്. അപ്പൊ 2-ാം സ്ഥാനത്ത് വരുന്ന ആരെന്ന് വെച്ചാൽ ജപ്പാനാണ് ഉത്തരമായിട്ട് വരേണ്ടത്.
അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് $100 കോടി മൂല്യമുള്ള കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്ന് വെച്ചാൽ മൂന്നാമത്. ഒന്നാമത് USA ആണ്, രണ്ടാം സ്ഥാനത്ത് ജപ്പാനാണ്. $100 കോടി മൂല്യമുള്ള കമ്പനികളുടെ ആഗോള പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമത്. ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്, രണ്ടാം സ്ഥാനത്ത് ജപ്പാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടത് ഭാരത് ബയോടെക് അവർ വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിന്റെ പേരെന്ത്? ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓറൽ വാക്സിൻ ആണ്. ഇവിടെ പ്രത്യേകത എന്താണ്? ഇതൊരു ഓറൽ വാക്സിൻ എന്നാണ് ഈ ഒരു വാക്സിന്റെ പ്രത്യേകത. അപ്പൊ ആ ഒരു വാക്സിന്റെ പേര് നമുക്ക് പരിചയപ്പെടാം. ഹിൽകോൾ എന്നാണ് വാക്സിന്റെ പേര്. അപ്പൊ നമ്മുടെ ആ ഒരു വാക്സിന്റെ പേര് ഹിൽകോൾ എന്നാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തത് ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിന്റെ പേരാണ് ഹിൽകോൾ എന്നാണ് ആ ഒരു വാക്സിൻ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് വാക്സിന്റെ പേര്? ഹിൽകോൾ എന്നാണ് വാക്സിന്റെ പേര്. നമ്മുടെ അടുത്ത ചോദ്യം പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണൽ ആയിട്ട് നിയമിതനായത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഈ അടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണൽ ആയിട്ട് നിയമിതനായത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. കെ സോമൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കെ സോമൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണൽ ആയിട്ട് ഈ അടുത്ത് നിയമിതനായത് കെ സോമനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണൽ ആയിട്ട് നിയമിതനായത് കെ സോമനാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് 2025 സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 2025 സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മിസോറാം എന്നാണ്. ഉത്തരമായിട്ട് വരേണ്ടത് മിസോറാം എന്നാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ്? 2025 സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ മിസോറാം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് 2025 സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉല്ലാസ് പദ്ധതിക്ക് കീഴിലാണ് മിസോറാമിന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുടെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഏത് പദ്ധതിക്ക് കീഴിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്ന് വെച്ചാൽ ഉല്ലാസ് പദ്ധതിയുടെ കീഴിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഉല്ലാസ് പദ്ധതിയുടെ കീഴിലാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഉല്ലാസ് പദ്ധതിക്ക് കീഴിലാണ് മിസോറാമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുടെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? മിസോറാമാണ്. നാം പരിചയപ്പെട്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് 2025 സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനമാണ് മിസോറാം. ഏത് പദ്ധതിക്ക് കീഴിലാണ് ഈ ഒരു നേട്ടം അവർ കൈവരിക്കുന്നത്? ഉല്ലാസ് പദ്ധതിക്ക് കീഴിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഉല്ലാസ് പദ്ധതിക്ക് കീഴിലാണ് മിസോറാമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുടെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് 2025 സമ്പൂർണ്ണ പ്രായോഗിക സാക്ഷരത നേടിയ സംസ്ഥാനം ചോദിച്ചാൽ അത് മിസോറാമാണ്. ഉല്ലാസ് പദ്ധതിക്ക് കീഴിലാണ് മിസോറാമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുടെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഒരു പേരാണ് എന്താണ് ഗോൾഡൻ ഡോം എന്ന് പറയുന്നത്. എന്താണ് ഗോൾഡൻ ഡോം എന്ന് പറയുന്നത്? പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമേരിക്കയുടെ ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. USA ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനം. ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ് ഗോൾഡൻ ഡോം എന്ന് പറയുന്നത്? പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമേരിക്കയുടെ ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമേരിക്കയുടെ ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ഗോൾഡൻ ഡോം എന്ന് പറയുന്നത്. എന്താണ് ഗോൾഡൻ ഡോം എന്ന് പറയുന്നത്? ഇതെന്താണ്? അമേരിക്കയുടെ ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ത്രിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് 2025 മെയ് മാസത്തിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിതയാര്? 2025 മെയ് മാസത്തിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിതയാരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് സഫ്രീന ലത്തീഫ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. സഫ്രീന ലത്തീഫ് എന്ന പേരാണ് ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ഇവര് കണ്ണൂർ വേങ്ങാട് സ്വദേശിയാണ്. കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് എന്ന് പറയുന്ന
സ്ഥലത്തുള്ള വ്യക്തിയാണ് ആര് നമ്മളിവിടെ പരിചയപ്പെട്ട സഫ്രീന ലത്തീഫ്. നമ്മൾ പറഞ്ഞത് 2025 മെയ് മാസത്തിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിതയാര്? ഉത്തരമായിട്ട് വരേണ്ടത് സഫ്രീന ലത്തീഫ്, കണ്ണൂർ വേങ്ങാട് സ്വദേശിയാണ്. സഫ്രീന ലത്തീഫ്, കണ്ണൂർ വേങ്ങാട്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എവറസ്റ്റ് കൊടുമുടിയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയുടെ പേര് നമ്മൾ പഠിച്ചു. ജോൺസിൻ ആങ്മോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹിമാചൽ പ്രദേശാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ലോകത്ത് 5ാമത്തെ വനിതയാണ് എന്നും കൂടെ നമ്മൾ അവിടെ പഠിക്കുകയുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചു. നമ്മുടെ മലയാളിയുമായി ബന്ധപ്പെടുത്തിയിട്ട് 2025 മെയ്യിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സഫ്രീന ലത്തീഫ് എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. നമ്മളിവിടെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുരാവസ്തു എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പുരാവസ്തു എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗുജറാത്തിലെ വഡ്നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുജറാത്തിലെ വഡ്നഗർ ഇതെവിടെയാണ്? ഗുജറാത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പുരാവസ്തു എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത്? ഉത്തരമായിട്ട് വരേണ്ടത് ഗുജറാത്തിലെ വഡ്നഗറിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പുരാവസ്തു എക്സ്പീരിയൻഷ്യൽ മ്യൂസിയം നിലവിൽ വരുന്നത് ഗുജറാത്തിലെ വഡ്നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക്. അപ്പൊ ആരെയാണ് ഇവിടെ പറയുന്നത്? 10ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ്. അവർക്ക് എന്ത് നിർബന്ധമാക്കുകയാണ്? റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയാണ്. അങ്ങനെയുള്ള ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യവും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ട് എന്നാണ് നമ്മുടെ ചോദ്യം. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ട് ചോദിച്ചാൽ അത് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കൊല്ലമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കൊല്ലമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ട് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കൊല്ലമാണ്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ട് ഏതാണ്? കൊല്ലമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഈ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടന. ഈ അടുത്ത് റഷ്യയിൽ ഒരു മനുഷ്യാവകാശ സംഘടനയെ നിരോധിക്കുകയുണ്ടായിരുന്നു. ആ സംഘടന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. 2025 മെയ്യിൽ ആംനസ്റ്റി ഇന്റർനാഷണലിനെ നിരോധിച്ച രാജ്യം ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ റഷ്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. റഷ്യയാണ്. അപ്പൊ ആംനസ്റ്റി ഇന്റർനാഷണൽ അതിനെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റഷ്യയില്. നമ്മൾ അടുത്തൊരു ചോദ്യം പ്രാചീന ഭാരതത്തിലെ വിഖ്യാത ഭിഷഗ്വരന്മാരായിട്ടുള്ള ചരകമുനി, അതുപോലെ തന്നെ സുശ്രുതമുനി, ഇവരുടെ ഒരു വെങ്കല പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നുണ്ട് ഒരു സംസ്ഥാനത്തിലെ രാജ്ഭവനില്. അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗോവയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് പ്രാചീന ഭാരതത്തിലെ വിഖ്യാത വിശ്വവരന്മാരായ ചരകമുനിയുടെയും സുശ്രുതമുനിയുടെയും വെങ്കല പ്രതിമ സ്ഥാപിക്കുന്ന രാജ്ഭവൻ എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗോവയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗോവയിലാണ് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത ചോദ്യം കൈരളി കലാസമിതിയുടെ പ്രഥമ പുരസ്കാരം നേടിയത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. കൈരളി കലാസമിതിയുടെ പ്രഥമ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് NS മാധവനാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? NS മാധവൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. NS മാധവൻ. അപ്പൊ NS മാധവനാണ് കൈരളി കലാസമിതിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത്. അപ്പൊ ആദ്യമായിട്ട് കൊടുക്കുന്ന പുരസ്കാരമാണ്, കൈരളി കലാസമിതി കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് ലഭിച്ചിരിക്കുന്ന എഴുത്തുകാരനായിരുന്നു വെച്ചാൽ NS മാധവനാണ്. കൈരളി കലാസമിതിയുടെ പ്രഥമ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ NS മാധവൻ എന്ന പേര് ഓർത്തിരിക്കുക. നമ്മളോട് പരിചയപ്പെടുന്നത് ഒരു പുസ്തകത്തിന്റെ പേരാണ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത്, ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് MK സാനുവാണ്. MK സാനുവിന്റെ പുസ്തകമാണ്. MK സാനുവിന്റെ
പുസ്തകമാണ്. MK സാനുവിന്റെ പുസ്തകമാണ്. ഇത് അദ്ദേഹം 98 വയസ്സിലാണ് ഈ ഒരു പുസ്തകം അദ്ദേഹം എഴുതുന്നത് എന്നതൊരു വലിയ പ്രത്യേകതയുണ്ട്. അപ്പൊ 98 വയസ്സിൽ പുറത്തിറങ്ങുന്ന MK സാനുവിന്റെ പുസ്തകമാണ് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്തത് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി ആരുടെ പുസ്തകമാണ്? MK സാനുവിന്റെ പുസ്തകമാണ്. 98 വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം പുറത്തിറക്കുന്നത് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ MK സാനു അദ്ദേഹത്തിന്റെ പുസ്തകം തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി 98 വയസ്സിലാണ് ഈ ഒരു പുസ്തകം അദ്ദേഹം പുറത്തിറക്കുന്നത്. നമ്മൾ അടുത്തായിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈം മാഗസീൻ പ്രസിദ്ധീകരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന 100 വ്യക്തികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ട 4 പേരുകളുണ്ട്. ആ പേരുകളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ടൈം മാഗസീൻ പ്രസിദ്ധീകരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന 100 വ്യക്തികളുടെ പട്ടിക. എത്ര പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്? 100 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. അതിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് ആര്? മുകേഷ് അംബാനി എന്ന പേര് ഓർത്തിരിക്കുക. ആരാണ്? മുകേഷ് അംബാനി. അപ്പൊ മുകേഷ് അംബാനി ഉണ്ടെങ്കിൽ പിന്നെ കൂടെ ആരുണ്ടായിരിക്കും? നിത അംബാനി ഉണ്ട്. നിത അംബാനി. നിത അംബാനി. പിന്നെ വരുന്ന ആരാണ്? നമ്മുടെ അസീം പ്രേംജി ആണ്. അസീം പ്രേംജി. അസീം പ്രേംജി. 4ാമതായിട്ട് വരുന്ന വ്യക്തിയാണ് നിഖിൽ കമ്മത്ത്. ആരാണ്? നിഖിൽ കമ്മത്ത് എന്ന പേരും ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്താണ്? ടൈം മാഗസീൻ പ്രസിദ്ധീകരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന 100 വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട 4 ഇന്ത്യക്കാരുടെ പേര്. അതിലൊന്ന് മുകേഷ് അംബാനി, പിന്നെ നിത അംബാനി, പിന്നെ നമ്മുടെ അസീം പ്രേംജി, പിന്നെ വരുന്നത് നിഖിൽ കമ്മത്ത്. ഈ 4 പേരുകൾ കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. കുറെ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മെയ് മാസം 20 വരെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പുറകിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ജൂൺ മാസം നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതേപോലെ തന്നെ ജൂലൈ മാസം 5 വരെയും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ മെയ് മാസം 20 വരെയുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾ മുന്നിൽ പറഞ്ഞതാണ്. ലക്ഷ്യയുടെ ഡെയിലി അവർ അപ്ഡേറ്റ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള പിക്ചർ ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ടെലിഗ്രാം ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മളിവിടെ മെയ് 20 വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കുറെ ക്ലാസ്സിലൂടെ ആയിട്ട്. അപ്പൊ ഇന്ന് മെയ് 20 കാര്യങ്ങളാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നമ്മൾ മെയ് 20 മുതൽ ജൂലൈ 5 വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറെ ക്ലാസ്സിലൂടെ ആയിട്ടും ഈ ക്ലാസ്സിലൂടെ ആയിട്ടും പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് പുറകോട്ട് പോകാം. നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങളായ രീതിയിലും പഠിക്കണം. കറണ്ട് അഫയേഴ്സ് എങ്ങനെയൊക്കെ ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കറണ്ട് അഫയേഴ്സ് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് റാങ്ക് ലിസ്റ്റിൽ നല്ല മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. കാരണം ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ മാർക്ക് കിട്ടും. പക്ഷെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ വായിച്ചെങ്കിൽ മാത്രമേ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ AS പോലുള്ള പരീക്ഷകൾ 10th ലെവൽ പരീക്ഷയുടെ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ധാരാളം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അത് ഈ അടുത്ത് നടന്ന ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് നോക്കി പോകണം. അത് ASMന് ഗുണം ചെയ്യും. നമുക്കറിയാം ജില്ലാ വൈസ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്കൻസി ചിലപ്പോൾ കുറവായിട്ടുള്ള ഒരു പരീക്ഷയാണ്. പക്ഷെ നമുക്ക് എന്താണ് ജില്ലാ വൈസ് ആയതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആ ലിസ്റ്റിൽ നല്ല റാങ്കിൽ എത്താനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.